ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു പാൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇടുക. മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 പാക്കറ്റ് പാലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചതിലോട്ട് ഒഴിച്ചതിന് ശേഷം അപ്പോഴല്ലേ കളി. എന്താ സംഭവിച്ചത്? പഞ്ചസാര ഒന്ന് കട്ടിയായിപ്പോയി. ഞാനൊന്ന് ടെൻഷനായി. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ പഞ്ചസാര വേണ്ട ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായി പോയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ചൂടായപ്പോൾ ഇതിൽ കൂടെ അങ്ങ് ലയിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മിക്സായി. അടുത്ത പാക്കറ്റ് പാലും കൂടെ പൊട്ടിച്ചൊഴിച്ചു. അപ്പം ഇതിന് വേണ്ടി ഞാൻ ബർമസെല്ലി നെയ്യിലിട്ട് വറുത്ത് അടിപൊളിയായിട്ട് വച്ചിട്ടുണ്ട്. കാരണം ഞാൻ മിക്സഡ് പായസമല്ല ഉപയോഗിക്കുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബർമസെല്ലി വാങ്ങിച്ച് വറുത്തെടുക്കുമല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെന്ത് വരട്ടെ. എന്ന് വെച്ചാൽ മിക്സഡ് ഒരു വേറൊരു ടേസ്റ്റാണ്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ബർമസെല്ലി വാങ്ങി വറുത്ത് അങ്ങനെ വെച്ച് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. മറ്റേ മിക്സഡ് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഇതിന് ആവശ്യത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇനി നമുക്ക് നെയ്യിലിട്ട് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്ത് ഇതിലോട്ടിടാം. അങ്ങനെ നമ്മുടെ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഭവം. അപ്പം പാൽപ്പായസം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാകും, എനിക്കുറപ്പാണ്. അപ്പോൾ ഞാൻ പോയി ഇച്ചിരി പാൽപ്പായസം കുടിക്കട്ടെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബായ്.